നമസ്കാരം, ഞാൻ ബോബി രാജസസ്. എഡ്യൂസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊരു സ്റ്റാഫ് നഴ്സ് ആണോ? തീർച്ചയായിട്ടും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് സ്റ്റാഫ് നഴ്സുമാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ചാനലാണ്. ഇനിയുള്ള പരീക്ഷകളെ മുൻനിർത്തിയാണ് ഈ ചാനൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യാം. കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 DME അഥവാ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്താൻ പോകുന്ന സ്റ്റാഫ് നഴ്സ് പരീക്ഷ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ ഇനി എത്താറായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ വസ്തുത, നോട്ടിഫിക്കേഷൻ വന്നോ എന്നൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെ? പലരുടെയും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഈ പറയുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, പഠിക്കാവൂ എന്നുള്ളത്. അങ്ങനെയല്ല. എത്രയും നേരത്തെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നോ അത്രയും നേരത്തെ എന്ത് ചെയ്യുക, നമ്മള് കരുതിയിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ എന്ത് കരുതിയിരിക്കുക? പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കരുതിയിരിക്കുക. നിങ്ങൾ അറിയുക, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് ചെയ്തിരുന്നത് നന്നായി പഠിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ നന്നായി സമയമെടുത്ത് റിവിഷൻ ചെയ്തിരുന്നു. അപ്പൊ എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നതിലൂടെ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് അടുത്ത DME നടത്തുന്ന സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നമുക്ക് എങ്ങനെ ഒന്നിച്ച് നേടാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുന്നു, പലരുടെയും ചിന്ത നോട്ടിഫിക്കേഷൻ വന്നോ എന്നതിനെ കുറിച്ചാണ്. ഞാൻ എടുത്തു പറയുന്നു, നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. യെസ്, എന്താണ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 പരീക്ഷയിൽ ഈ പറയുന്ന പോലെ നിങ്ങളെ കാത്തിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ സർക്കാർ സർവീസിലേക്ക് വരുന്നു. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന പോസ്റ്റിലൂടെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. 39,300 to 83,000. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ അറൌണ്ട് ഒരു 45 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാലറിയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ജോബാണ് നിങ്ങൾക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. സോ സാലറി പോരുന്നുണ്ടോ? ഒരു 45 ഒക്കെ? യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അറിയുക, സ്റ്റാഫ് നഴ്സുമാർ, എനിക്കറിയാം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലെ മാലാഖമാരാണ്. അവർക്ക് എത്രയും തന്നെ ജോലി ചെയ്യുന്നാലും അത്രയും തന്നെ സാലറി നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ പല പ്രൈവറ്റ് മേഖലകളിലും ഇത്തരത്തിലൊരു പോസ്റ്റിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ആൾക്കാരോട് ഞാൻ എടുത്തു പറയുകയാണ്, ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയിലൂടെ സ്ഥിര വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. 45,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി. ഞാൻ പറഞ്ഞു, ഇന്നും 12ഉം 15ഉം മണിക്കൂർ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോഴും 20,000 താഴെ സാലറി കിട്ടും എന്നുള്ളത് മറക്കരുത്. സോ എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഈ നോട്ടിഫിക്കേഷനിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ഓഫർ ചെയ്യുന്നു? ഒരു സർക്കാർ ഉദ്യോഗം. ഏറ്റവും കുറഞ്ഞ ഗ്യാരണ്ടിയാണ്, ഏറ്റവും കുറഞ്ഞത് മിനിമം ഞങ്ങൾ ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു. എന്താണ് അപ്പൊ സർക്കാർ ജോലിയുടെ സവിശേഷതകൾ? ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെന്റ് ജോബ്സ് നിങ്ങൾക്ക് അറിയാം. ആസ് യൂഷ്വൽ, ഗുഡ് സാലറി, ഏറ്റവും പ്രധാനമാണ് ലീവ്, അല്ലെ? ജോലി കിട്ടിയിട്ട് വേണം എന്തെടുക്കാൻ? ലീവ് എടുക്കാൻ, അല്ലെ? ശരി. അതുപോലെ ജോബ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി സാലറി സ്കെയിൽ പറഞ്ഞിരുന്നു, 39,300 to 83,000, അല്ലെ? എന്താണ് ഞങ്ങളുടെ സവിശേഷതകൾ എന്നുള്ളതാണ്. ഞങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു? വൈ എഡ്യൂസ് അക്കാഡമി? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. ഫസ്റ്റ് വൺ, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്ടുകൾ നിരന്നു നിൽക്കുന്ന ഒരു ഈ പറയുന്ന പോലെ ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റികളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവൈലബിൾ ആക്കുക. ആ അധ്യാപകർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലും നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകളുമായിട്ട് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് ടോപ്പിക് വൈസ് ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സുകൾ. ടോപ്പിക് വൈസ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, ബോത്ത് റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ രണ്ടും ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ തീരുന്നത് വരെ എത്ര സമയം വേണമെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മറ്റൊരു സവിശേഷത പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, കൃത്യമായിട്ട് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളെ തേടി എത്തിയിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സസ് വിത്ത് ഡിജിറ്റൽ കണ്ടന്റ്സ്. നിങ്ങൾ അറിയുക, മാറുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, AI-യുടെയൊക്കെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് മേഖലയിലും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അപ്പൊ നിങ്ങൾക്കറിയാം, വീഡിയോ ക്ലാസ്സുകളിലൂടെ പക്ക വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടന്റുകൾ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഏതാണ്ടൊക്കെ അത് നടപ്പിലാക്കി, അല്ലെ? മറ്റു മേഖലകളിലേക്കും അതിങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. മോട്ടോറിക്കലി നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ദേഹം
അങ്ങനെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അത്രയും കൂടി മെമ്മറി കൂടും എന്നാണ് പറയുന്നത്. സോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിഷ്വലൈസേഷൻ ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കണ്ടന്റുകൾ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അത്രയും വിഷ്വലൈസ് ചെയ്തുള്ള വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ചിലർക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഒരു ഡിജിറ്റൽ കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലെ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാമ്പിൾ വീഡിയോ കണ്ടാലോ? ഹിയർ വി ഗോ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നതിന്റെ ഒരു സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സോ അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? ഇതാണ് നമ്മുടെ ഫ്രണ്ടൽ ലോബ് വരുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഫ്രണ്ടൽ ലോബ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അഡൽട്ട് ഹ്യൂമൻ ഹാർട്ട്. ഇതിന്റെ വാൽവ്സ് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വാൽവ്സ് ഇതാണ് നോർമൽ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് ബ്രെയിൻ, യെസ്, നമുക്ക് വളരെ നന്നായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ലെഫ്റ്റ്, ഇത് നമ്മുടെ ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബാണ്. യെസ്, ഇത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ എന്താണ് വാൽവ്സ് നമുക്ക് നോക്കാം. എത്ര വാൽവ്സ് ആണുള്ളത്? ഓക്കെ, കണ്ടോ? ഓക്കെ, ഹാർട്ടിന്റെ വാൽവ്സ് 2 സെമി ലൂണാർ വാൽവ്സും ഉണ്ട്, 2 AV വാൽവ്സും ഉണ്ട്. AV വാൽവ്സ് ഏതൊക്കെയാണ്? Okay, first one, this one is right atrium, then right ventricle, left atrium and left ventricle. Okay, appo first tricuspid, idu കാണുന്നുണ്ടോ? tricuspid എന്ന് പറഞ്ഞാൽ 3 കസ്പുകൾ ഉണ്ട്. The first cusp ഏതാണ്? ഓക്കെ, 3 കസ്പ്. 1 2 3 കസ്പ്. പിന്നെ നമുക്ക് സ്പൈനൽ കോഡിന്റെ പൊസിഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സ്പൈനൽ കോഡ് അപ്പൊ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം. നമുക്ക് 3D ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിതിൽ എന്താണ് ഇതാണ് അതിന്റെ പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു പോസ്റ്റീരിയർ വ്യൂ. കാരണം ബാക്ക് നമ്മളിങ്ങനെ ഒന്ന് പാൽപേറ്റ് ചെയ്ത് നമ്മുടെ വെർട്ടിബ്ര ഒന്ന് നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ പ്രൊജക്റ്റഡ് പോർഷൻസ് ആണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പ്രൊജക്റ്റഡ് പോർഷൻസ് ആണ്. സോ ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. ആ വെർട്ടിബ്രയുടെ ഇടയിൽ കൂടെ, ഇത് നമ്മുടെ വെർട്ടിബ്ര ആണ്, അതിന്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിൽ കൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കണ്ടല്ലേ, ഈ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. ഓക്കെ, സ്പൈനൽ കോഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. Yes, so this is what is called as spinal cord, and we have the spinal nerves. Spinal cord idana, and we have the spinal nerves at the both ends. Okay, രണ്ട് സൈഡിൽ കൂടെ എന്താണ് നമുക്കുള്ളത്? സ്പൈനൽ nerves ഉണ്ട്. ഇത് നമുക്ക് എന്താണ്? ഇത് 1 pair of spinal nerves ആണ് അല്ലേ. സോ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ന്യൂറോൺസ് ആണിത്. ഓക്കെ, ന്യൂറോൺസ് ആണ്. ഇതിന്റെ ന്യൂറോണൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഒരു ഇത് നമ്മുടെ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് കാണാം. അതായത് നെർവ് ഇമ്പൾസ് ഫ്രം സെൽ ബോഡി ത്രൂ ദ ആക്സോൺ ടു നെക്സ്റ്റ് സെൽ ബോഡി. ഓക്കെ, ഒരു സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലൂടെ. And next classification what we have studied was electrical synapse. Okay, next one എന്തായിരുന്നു? Electrical synapse ആണ്. Electrical synapse usually through channels, means ion channels വഴിയായിരിക്കും the transmission of the impulses നടക്കുന്നത് അല്ലെ. അതായത് ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ and this is the പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അല്ലെ. ഇത് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്, ഇത് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. സോ between that actually we have one അയോൺ ചാനൽസ്, ഒരു അയോൺ ചാനൽസ് ഉണ്ടാവും. സോ അതിലേക്കൂടെ ആയിരിക്കും നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? അടിപൊളിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റാരേക്കാളും മുന്നിലേക്ക് എത്താൻ കഴിയും. എന്തുകൊണ്ട്? പഠിച്ച കണ്ടന്റുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ കൺമുന്നിലുണ്ടാവും. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷനിലേക്ക് വിഷ്വലൈസ് ചെയ്ത് തന്നെ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് ഞങ്ങൾ അടുത്ത് തരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ പറയുന്നത് തന്നെ അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രിഫറബിളി ചിലപ്പോൾ നിങ്ങൾക്ക് സിലബസ് പ്രകാരം തന്നിരിക്കുന്ന സബ്ജക്റ്റിലെ ടോപ്പിക്കുകളിൽ ഒരു 12 ടോപ്പിക് ഉണ്ടെന്ന് ഉദ്ദേശിച്ചോ, 11 നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ 12ാമത്തെ മാത്രം നിങ്ങൾക്ക് അറിയില്ല. അത് മാത്രമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സൗകര്യം തീർച്ചയായിട്ടും എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഫോളോ അപ്പ്. പല സ്ഥാപനങ്ങളും ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് കരുതുന്ന സ്ഥലത്ത് ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സവിശേഷത
ഈ പറയുന്ന പോലെ റെഗുലർ ഫോളോ അപ്പ് ആണ്. നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടുന്ന പരിപാടിയൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തുകയും നിങ്ങളിലൂടെ മറ്റാർക്കെങ്കിലും നിങ്ങളുടെ ഗാർഡിയൻസിന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കും. സോ ഏറ്റവും പ്രധാനം അവനവന് ബോധ്യപ്പെടുക. ഇന്നലത്തെക്കാളും ഇന്ന് ബെറ്റർമെന്റ് വന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും എന്ത് ലഭിക്കുക, ഒരു പവർ ലഭിക്കുക അല്ലെ. അപ്പൊ അത് ലഭ്യമാക്കാൻ തീർച്ചയായിട്ടും ഒരു റെഗുലർ ഫോളോ അപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. സോ ഓരോ 5 ക്ലാസ് കൂടുമ്പോഴും റിവിഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ്, ഓരോ 5 ക്ലാസ് കൂടുമ്പോഴും റിവിഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ഇതാണ് എഡ്യൂസ് ആപ്പ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലഭിക്കുക. പ്രത്യേകം ഒന്ന് നോട്ടീസ് ചെയ്തോളൂ. സോ ബോത്ത് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി മറ്റൊരു വലിയ സവിശേഷത, മന്ത്ലി ടാർഗറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ബുക്ക് 5 എണ്ണം. നിങ്ങൾ ഹെഡിങ് കണ്ടിട്ടുണ്ടാവും. എന്താ ഈ എഴുതിയിരിക്കുന്നത്? ഫ്രീ എന്നല്ലേ? എങ്ങനെ? യെസ്, എഡ്യൂസ് അക്കാഡമിയിൽ വരുന്ന DMBയുടെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് മന്ത്ലി ടാർഗറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ബുക്സ് 5 എണ്ണം. ഈ പറയുന്ന പോലെ ഓരോ മാസവും പ്രിന്റഡ് ആയിട്ട് തന്നെ നിങ്ങളെ കൃത്യമായിട്ട് തേടി എത്തിയിരിക്കും. യെസ്, ഫ്രീ ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുക. മാത്രവുമല്ല 3000 രൂപയുടെ തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, 3000 രൂപയുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ റാങ്ക് ബൂസ്റ്റർ പാക്ക് കൂടി ലഭ്യമാക്കും. ഈ റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ സവിശേഷത മറ്റൊന്നുമല്ല, എഗെയിൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ഈ പറയുന്ന വലിയ സമയമൊന്നും വേണ്ട. എന്നാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരത്തിൽ വളരെ 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 വിലപിടിപ്പുള്ള ഒരു ക്ലിയർ പ്രിന്റഡ് മെറ്റീരിയൽ, എന്ത് കണ്ടന്റ് ഉള്ള, യെസ്, റാങ്ക് മേക്കിംഗ് കണ്ടന്റ് ഉള്ള ഒരു സെപ്പറേറ്റ് പ്രിന്റഡ് മെറ്റീരിയൽ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അതും ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. യെസ്, റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ സവിശേഷതകൾ ഒന്ന് കണ്ടോളൂ. ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, അതുപോലെ തന്നെ ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ് അതിനകത്ത് ഉണ്ടാവും, ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ Q&A ഡിസ്കഷൻ. ഐ റിപ്പീറ്റ്, ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ്, ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് Q&A ഡിസ്കഷൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ പറയുന്നത് തന്നെ എടുത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, കുറഞ്ഞ ഫീസ് നമ്മുടെ പാക്കേജിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷതയാണ്. ഫുൾ സിലബസ് വൈസ് ക്ലാസ്സസ് ആയിരിക്കും. 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബുക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക് വർത്ത് ₹3,000. ഇതായിരിക്കും നമ്മുടെ അഡ്മിഷൻ പാക്കേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ഓഫറുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ന്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ചില സ്പെഷ്യൽ ഓഫറുകൾ. ഒന്ന്, മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് തിയറി ക്ലാസ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ വീക്ക്ലി ടെസ്റ്റുകൾ, അതുപോലെ മോഡൽ ടെസ്റ്റുകൾ, ഇത്രയും ചേരുന്ന ഒരു മെയിൻ കോഴ്സ്. 5 MCQ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 5 MCQൽ എന്തൊക്കെയുണ്ടെന്ന് അല്പം മുമ്പ് പറഞ്ഞു. ഇത് പേഴ്സണലായി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. 1000 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഞാൻ പറഞ്ഞല്ലോ. പല റേഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞത് തികച്ചും സൗജന്യമായി ലഭിക്കുക. അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, എഗെയിൻ നേരത്തെ പറഞ്ഞു സവിശേഷതകളെല്ലാം, ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാം സീരീസിന്റെ ബണ്ടിൽ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബണ്ടിൽസ് ഉണ്ടാവും, അതുപോലെ Q&A ഡിസ്കഷൻ ഉണ്ടാവും അല്ലെ. 3000 rupees വർത്ത് ആ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഇൻ ഷോർട്ട് ആയിട്ട് എന്തായിരുന്നു ഞങ്ങൾ ഈ അഡ്മിഷൻ പാക്കേജിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അപ്പോ വരുന്ന DME 2024 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കേരള PS നടത്തുന്ന ഈ സ്റ്റാഫ് നഴ്സ് പരീക്ഷയിൽ, ഈ പരീക്ഷയിലൂടെ സർക്കാർ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റാഫ് നഴ്സുമാരെ ഉറപ്പായിട്ടും എഡ്യൂസ് അക്കാഡമി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും പുതിയ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. എന്തായാലും ഉടനടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിവിടെ നമ്പർ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഭൂമിയിലെ മാലാഖമാർക്ക് എത്രയും പെട്ടെന്ന് സർവീസിലേക്ക് കയറാനായിട്ട് തീർച്ചയായിട്ടും ഈ കോഴ്സിലൂടെ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു, ഗ്യാരണ്ടി നൽകുന്നു. ഇത്രയും പോരെ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നിന്ന് വിട പറയുന്നത് ബോബി.